ിൽ ഡൽഹിയിലാണ് ഈ കലാപമുണ്ടായത്. അതിൽ പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി ബില്ലിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം എന്ന നിലയ്ക്കാണ് ഇത് ഓർഗനൈസ് ചെയ്യപ്പെടുന്നത്. സമാധാനപരമായിട്ടുള്ള പ്രതിഷേധം, ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധം എന്നൊക്കെയാണ് പറയപ്പെട്ടിരുന്നത് എങ്കിലും ആൾക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനെ അടക്കം അത് തടസ്സപ്പെടുത്തി വലിയ കലാപങ്ങളാണ് ഡൽഹിയിൽ ഉണ്ടായിരുന്നത്. അതിനെ നിയന്ത്രിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടു എന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ആരോപണം പോലും ആ സമയത്തുണ്ടായിരുന്നു. ഡൽഹിയിലെ യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ചും തെരുവുകൾ കേന്ദ്രീകരിച്ചും ഒക്കെ തന്നെ ഇങ്ങനെയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അതിശക്തമായിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ തന്നെ ഡൽഹി കേന്ദ്രീകരിച്ച് നടന്നു. ഒപ്പം അയോധ്യയിലെ വിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളുമൊക്കെ തന്നെ ആ സമയത്ത് ഈ കലാപത്തിൻ്റെ അല്ലെങ്കിൽ ഈ സോ കോൾഡ് പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഇവരെല്ലാവരും തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ, പ്രത്യേകിച്ച് ഉമർ ഖാലിദിനും ഷർജീൽ ഇമാമിനുമെതിരെ എന്തൊക്കെയാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഉമർ ഖാലിദിനെ പറ്റി അന്വേഷണ സംഘം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 2020 ഡൽഹിയിൽ നടന്നിരുന്ന കലാപത്തിന് പിന്നിലുള്ള ഒരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്. അതിൻ്റെ പ്രിൻസിപ്പൽ കോൺസ്പിറേറ്റർ എന്ന് പറയുന്നത് ഈ ഉമർ ഖാലിദ് ആണ് എന്നുള്ളതാണ്. അതിൻ്റെ ആർക്കിടെക്റ്റ് അദ്ദേഹം തന്നെയാണ് എന്ന കാര്യത്തിൽ അന്വേഷണ ഏജൻസിക്ക് ഒരു സംശയവുമില്ല. വിഭജനമുണ്ടാക്കുന്ന മുദ്രാവാക്യങ്ങൾ രചിച്ചു എന്ന് മാത്രമല്ല, അത് ആൾക്കാർക്ക് കൈമാറുന്നു. ഈ കാര്യങ്ങളുടെ എല്ലാം കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ആസൂത്രണം, ഏകോപനം, നടത്തിപ്പ്, ഇതിനെല്ലാം തന്നെ മുഖ്യ സൂത്രധാരനായിട്ട് പ്രവർത്തിച്ചത് ഉമർ ഖാലിദ് ആണ് എന്നതാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി പറയുന്നത്. അതിൽ തന്നെ മുസ്ലിം വിദ്യാർത്ഥികളെ മാത്രമായി ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉമർ ഖാലിദ് സൃഷ്ടിച്ചു. അതുകൂടാതെ പല സ്ഥലങ്ങളിൽ അദ്ദേഹം മീറ്റിംഗ് നടത്തി. ഉദാഹരണത്തിന് ജംഗ്പുര, ഇന്ത്യൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഗാന്ധി പീസ് ഫൗണ്ടേഷൻ, കൂടാതെ PFIയുടെ ഓഫീസ്, ഇവിടെയെല്ലാം കേന്ദ്രീകരിച്ച് ഇദ്ദേഹം പലതരത്തിലുള്ള ആസൂത്രണങ്ങളും നടത്തി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആരോപണം. ഇതുകൂടാതെ സമാധാനപരമായിട്ടുള്ള പ്രതിഷേധമാണ് നടത്തപ്പെടുക എന്നൊക്കെ പറഞ്ഞു എങ്കിലും സമാധാനപരമായിട്ടുള്ള ഒരു ധർണയായിരുന്നില്ല ഉദ്ദേശം. കൃത്യമായിട്ട് റോഡ് തടസ്സം അഥവാ ആൾക്കാർക്ക് മാർഗതടസ്സം ഉണ്ടാക്കുക എന്നതായിരുന്നു ഉമർ ഖാലിദിൻ്റെ അജണ്ട എന്നത് അന്വേഷണ ഏജൻസിക്ക് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഷഹീൻബാഗ്, ജാമിയ, സീലാംപൂർ, ജാഫറാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ റോഡ് തടസ്സം ഉണ്ടാക്കണം എന്ന് ഷർജീൽ ഇമാം അടക്കമുള്ള ആൾക്കാർക്ക് ഇയാൾ നിർദ്ദേശം നൽകി എന്നുള്ളതും അന്വേഷണ സംഘത്തിന് മുന്നിൽ വെളിവായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഫിസിക്കലായിട്ട് മുസ്ലിങ്ങളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ജാമിയ കോർഡിനേഷൻ കമ്മിറ്റി, ജാമിയ അവയർനെസ് ക്യാമ്പയിൻ ടീം, അങ്ങനെയുള്ള പ്രത്യേക ടീമുകൾ ഫോം ചെയ്യുന്നതിനും ഉമർ ഖാലിദാണ് പ്രധാന സൂത്രധാരകനായിട്ട് പ്രവർത്തിച്ചത്. ഇതിൽ തന്നെ ഫിസിക്കലായിട്ട് ആൾക്കാരെ മൊബിലൈസ് ചെയ്ത് അവിടെ കൊണ്ടുവരുമ്പോൾ ആ കൂട്ടത്തിൽ സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരിക്കണം എന്നുള്ളത് ഉമർ ഖാലിദിൻ്റെ നിർദ്ദേശമായിരുന്നു. കാരണം സ്ത്രീകളും കുട്ടികളും ഈ പ്രതിഷേധക്കാർക്കിടയിൽ ഉണ്ട് എങ്കിൽ ഒരു പോലീസ് ആക്ഷൻ ഉണ്ടാകുമ്പോൾ അത് വലിയ വീര്യത്തോടു കൂടി നടത്താനായിട്ട് പോലീസ് ശ്രമിക്കില്ല, ഭരണകൂടം ശ്രമിക്കില്ല എന്നുള്ളതായിരുന്നു ഉമർ ഖാലിദിൻ്റെ കണക്കുകൂട്ടൽ. അത് വളരെ കൃത്യമായിട്ട് അവിടെ പ്രവർത്തിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. കാരണം ഈ പ്രതിഷേധക്കാരിൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള ഒരു പോലീസ് ആക്ഷൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം മാസ്റ്റർ മൈൻഡ് ഉമർ ഖാലിദ് ആണ് എന്നതാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ഇതുകൊണ്ട് തീർന്നില്ല. 2020 ഉണ്ടായിരുന്ന ഒരു മീറ്റിങ്ങിൽ ആയുധ സംഭരണത്തിന് വേണ്ടി ഇയാൾ ആഹ്വാനം ചെയ്തു എന്ന് പറയുന്നു. അതിൽ കത്തികളാവാം, അതല്ല എങ്കിൽ ബോട്ടിലുകളാകാം, ആസിഡാകാം, കല്ലുകളാകാം, ഇങ്ങനെ കിട്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ സംഭരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആഹ്വാനം ഉമർ ഖാലിദിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് അന്വേഷണ സംഘം പറയുന്നൊരു കാര്യമാണ്. ഇതുകൂടാതെ 2020 ഫെബ്രുവരി മാസം 17-ാം തീയതിയാണ് അമരാവതിയിൽ വളരെ പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രസംഗം ഇയാൾ നടത്തുന്നത്. ആ സമയത്താണ് ഇയാൾ പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശിക്കുന്ന സമയത്ത് തെരുവുകളിൽ പ്രതിഷേധമുണ്ടാകണം, അങ്ങനെയാണ് അതിന് അന്താരാഷ്ട്ര ശ്രദ്ധ ഈ വിഷയത്തിന് ഉണ്ടാകാനുള്ള ഏറ്റവും ബെസ്റ്റ് പോസിബിലിറ്റി എന്ന നിലയ്ക്ക് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത് അമരാവതിയിൽ ഉണ്ടായിരുന്ന സ്പീച്ചിലായിരുന്നു എന്നതും അന്വേഷണ ഏജൻസി കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ 2020 ഫെബ്രുവരി മാസം 22, 23 തീയതികളിൽ എങ്ങനെയാണ് ഓരോ സ്ഥലത്തും, അതും തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ ടൈംഡ് ബ്ലോക്കേഡ്സ് ഉണ്ടാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഉമർ ഖാലിദ് വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിരുന്നു. അതിനോടൊപ്പം തന്നെ വിവിധ മതവിഭാഗങ്ങളിലുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് മൈനോറിറ്റി വിഭാഗത്തിലുള്ള ആൾക്കാരെ കൊണ്ടുചെന്ന് അവിടെ ഒരു വർഗീയമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും ഉമർ ഖാലിദ് പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ളതാണ് അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം. അതുവഴി വർഗീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകണം, സംഘർഷമുണ്ടാകണം, അവിടെ വയലൻസ് ഉണ്ടാകണം, തീവെപ്പ് ഉണ്ടാകണം, അങ്ങനെ എസൻഷ്യൽ സർവീസസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ടിലാകുന്ന തരത്തിലുള്ള ഒരു വലിയ കലാപം തന്നെ ഉണ്ടാകണം എന്നുള്ളതായിരുന്നു ഉമർ ഖാലിദിൻ്റെ പ്ലാനിംഗ് എന്നാണ് അന്വേഷണ ഏജൻസി കോടതിയെ അറിയിച്ചത്. ഇതെല്ലാം കേട്ടതിന് ശേഷം സുപ്രീം കോടതി പറഞ്ഞത്
പ്രഥമ ദൃഷ്ട്യാ ഈ കാര്യത്തിനെല്ലാം തന്നെ തെളിവുകളുണ്ട് എന്നാണ് കോടതി മനസ്സിലാക്കുന്നത് എന്നാണ്. അതായത് അന്വേഷണ സംഘം പറഞ്ഞിരിക്കുന്ന വളരെ ഫേസ്ഡ് ആയിട്ടുള്ള, വളരെ ആർക്കിടെക്റ്റഡ് ആയിട്ടുള്ള ഒരു കോൺസ്പിറസി, എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട മൊബിലൈസേഷൻ, ആൾക്കാരെ പല സ്ഥലങ്ങളിലേക്ക് കൃത്യമായിട്ട് കൊണ്ടുവരിക, അതിനുവേണ്ടി ഗ്രൂപ്പ് കാര്യങ്ങൾ ഉണ്ടാക്കുക, അതിനെ ചലിപ്പിക്കുക, ഇതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തതിന് ശേഷം ആൾക്കാരെ അറിയിക്കുക, എന്നിട്ട് വളരെ കൃത്യമായിട്ട് തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളിലെല്ലാം ടൈംഡ് ആയിട്ടുള്ള ബ്ലോക്കേഡ്സ് ഉണ്ടാക്കുക, എന്നിട്ട് ഒരു കമ്മ്യൂണൽ വയലൻസ് എന്ന രീതിയിലത്തേക്ക് ഈ സംഘർഷത്തിനെ എസ്കലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് കോടതി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതിൽ വളരെ ഉപരിപ്ലവമായിട്ടുള്ള ഒരു പങ്കായിരുന്നില്ല ഉമർ ഖാലിദിൻ്റേത് എന്നും, ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റേത് എന്നും, മറിച്ച് അദ്ദേഹം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആസൂത്രകനും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏകോപിപ്പിക്കുന്ന ആളുമായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് കോടതി കണ്ടെത്തുന്നത് എന്നാണ് സുപ്രീം കോടതി ഈ ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഉമർ ഖാലിദിനെക്കുറിച്ച് പറയുന്നത്. അതായത് ഇതിൻ്റെ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുക, ഇതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ടൈമിംഗ് തീരുമാനിക്കുക, ഇതിനെ കൃത്യമായി ഏകോപിപ്പിക്കുക, ഏറ്റവും തീവ്രമായിട്ടുള്ള കലാപത്തിലേക്ക് ഈ കാര്യങ്ങളെ തള്ളിവിടുക തുടങ്ങിയ കാര്യങ്ങളിൽ ഏറ്റവും മാസ്റ്റർ കോൺസ്പിറേറ്ററായിട്ട് തന്നെ പ്രവർത്തിച്ചത് ഉമർ ഖാലിദ് ആണ് എന്ന് തന്നെയാണ് കോടതിക്ക് പ്രാഥമികമായിട്ട് ബോധ്യമാകുന്നത് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഇതിൽ തന്നെ കോടതി മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, റോഡിൽ തടസ്സമുണ്ടാക്കുക എന്ന് പറയുന്നത് സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിൻ്റെ രീതിയല്ല, മറിച്ച് വളരെ കൃത്യമായിട്ട് ആൾക്കാരിലേക്ക് കോൺഫ്രണ്ടേഷണൽ മോഡിലേക്ക് പോവുക, പബ്ലിക്കിനോട് കോൺഫ്രണ്ടേഷണൽ മോഡിലേക്ക് പോവുക, സർക്കാരിനോടും പോലീസ് സംവിധാനത്തോടും കോൺഫ്രണ്ടേഷണൽ മോഡിലേക്ക് പോവുക, അങ്ങനെ പ്രൊവോക്ക് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗമായിരുന്നു. അതല്ലാതെ സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധ മാർഗ്ഗമേ ആയിരുന്നില്ല ഈ റോഡ് തടസ്സമുണ്ടാക്കുക എന്നത് എന്നാണ് കോടതി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആസൂത്രകൻ എന്ന നിലയിൽ ഉമർ ഖാലിദിനെക്കുറിച്ച് അന്വേഷണ സംഘം പറയുന്നത് എന്താണോ അതിനെ പ്രാഥമികമായി അവിശ്വസിക്കാൻ ഒരു തരത്തിലുള്ള കാര്യവുമില്ല എന്നാണ് കോടതി പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ പ്രാഥമികമായി വിശ്വസിച്ച് കാര്യങ്ങളെ മുഖവിലക്കെടുത്തിട്ടാണ് ഉമർ ഖാലിദിന് ഈ ഒരു ഘട്ടത്തിലും ജാമ്യം നിഷേധിക്കുന്നത് എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. ഇനി ആലോചിച്ച് നോക്കുക, നിങ്ങളിൽ ആരെങ്കിലും ഉമർ ഖാലിദിന് വേണ്ടി കൈയടിക്കുന്ന സമയത്ത് എന്ത് തരത്തിലുള്ള അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്? നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ കമ്മ്യൂണലായിട്ട് വിഭജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ നാട്ടിൽ ഒരു വലിയ സംഘർഷവും കലാപവും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും പ്രത്യേകിച്ച് മൈനോറിറ്റി മെജോറിറ്റി വിഭാഗങ്ങളുമായി ചേർന്ന് വലിയ തരത്തിലുള്ള സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിച്ച, അതിനു വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ എഴുതി കൊടുത്ത, അതിനുവേണ്ടി വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ ആൾക്കാരെ ചലിപ്പിച്ച ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമ്മളിൽ പല ആൾക്കാരും ഇപ്പോഴും വാഴ്ത്തുപാട്ടുകൾ ഇറക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക.